ഇരിക്കെ. ഒരു മിനിറ്റ്. കഴിക്കാൻ മസാല ദോശ പറയട്ടെ. എന്താന്ന് വെച്ചാ പറ. ഒരു മസാല ദോശ. കാര്യം പറ. മസാല ദോശ വേണ്ട, എൻ്റെ സൂപ്പ് മാത്രം മതി. ഒരു മിനിറ്റ്. CI സാറാ, തെറി പറയാനായിരിക്കും. ഹലോ സാർ. ആ സാർ, FIR ഇട്ടിട്ട് അത് അന്വേഷിക്കുന്നു സാർ. ഇങ്ങനെ തെറി പറയല്ലേ സാർ, പ്ലീസ്. നീ പോടാ. ഒരു മിനിറ്റ് സാർ, ഇതിപ്പോ ആരെ പോടാന്ന് പറഞ്ഞു? അവനെ. സോറി സാർ, ഇവിടെ ആരാരെയോ പോടാന്ന് വിളിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു കമ്പനിക്ക് ഞാനും കയറി പോടാന്ന് വിളിച്ചതാണ് സാർ. ഓ സാർ, ഞാൻ നേരിട്ട് വന്ന് തെറി കേട്ടോളാം സാർ. ദൈവസത്യം എന്നെ വിശ്വസിക്കൂ സാർ. ഓക്കെ സാർ. നീ ഇപ്പൊ എന്തിനാ വന്നേ? എന്തിനാ വന്നേ? എന്നോടല്ലേ വരാൻ പറഞ്ഞു. ആ ശരിയാണല്ലോ. അത് പിന്നെ ആയിരിക്കുന്ന പെൺകൊച്ചിനെ കണ്ടോ? ആ കുട്ടി പത്രപരസ്യം കണ്ട് ജോലിക്ക് വേണ്ടി അപേക്ഷ അയച്ചു. ഇന്റർവ്യൂവിനും വിളിച്ചു. ഞായറാഴ്ച വൈകുന്നേരം കമ്പനി മുതലാളിയുടെ വീട്ടിൽ വെച്ചായിരുന്നു ഇന്റർവ്യൂ. ഈ കൊച്ചു അവിടെ ചെന്നപ്പോൾ അവിടെ വേറെ ആരുമില്ല. ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഈ കൊച്ചിനെ മുറിക്കകത്ത് കയറ്റിയിട്ട് അയാൾ കയറി പിടിച്ചു. അയാൾക്കിട്ട് 2 പൊട്ടിച്ചിട്ട് അവള് നേരെ ഓടിക്കയറി വന്നത് എൻ്റെ അടുത്തേക്കാണ്. പ്രശ്നം എന്താന്ന് വെച്ചാല്, സംഗതി നടന്നത് എൻ്റെ സ്റ്റേഷൻ അതിർത്തിയിലല്ല. അതവൾക്ക് അറിയാനും പാടില്ല. കാര്യമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മോളെ, ഞാൻ വേണമെങ്കിൽ FIR ഇട്ട് കേസെടുക്കാം. പിന്നെ ഈ കേസും വിസ്താരമൊക്കെ ആയിട്ട് 1-2 വർഷം എടുക്കും. ജീവിതവും കുളമാകും. അപ്പൊ സാറെന്താ പറയുന്നത്? ഒന്നും ചെയ്യണ്ടെന്നാണോ? ചെയ്യണ്ടെന്നല്ല, നിയമത്തിലൊരു വകുപ്പുണ്ട്. കുട്ടിക്ക് ആ മുതലാളിക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാം. മാനഹാനിക്ക് നഷ്ടപരിഹാരം ചോദിച്ചുണ്ട്. മനസ്സിലായില്ലേ? 1 കോടി വരെ നമുക്ക് ചോദിക്കാം. വലിയ ടീമല്ലേ? കിട്ടുന്നതിൽ 50-50 ടേംസും പറഞ്ഞ് ഞാൻ സെറ്റിലാക്കിയിട്ടുണ്ട്. അളിയൻ ഈ പെങ്കൊച്ചിന് വേണ്ടി ആ മുതലാളിക്കിട്ടൊരു കിടിലം വക്കീൽ നോട്ടീസ് അയക്കണം. അയാളെ പേടിച്ച് തൂറിപ്പോണം. ആളിയെ, ഇത് എത്തിക്കലല്ല. ആര് പറഞ്ഞ് എത്തിക്കലല്ലാന്ന്? ഇതുവരെ എത്തിക്കാൻ പെട്ട പാടെ എനിക്കറിയാവും. ആ എത്തിക്കലല്ല, പിന്നെ നിയമപരമല്ലെന്ന്. ആളിയൻ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അവിടെ വച്ചിട്ട് പറഞ്ഞതാ ഇവിടെ വന്നിട്ട് കണാകുണ വർത്താനം പറയരുതെന്ന്. നിന്റെ അച്ഛൻ ജയിലിൽ പോട്ടെ, എനിക്കെന്ത്? ഞാൻ നോട്ടീസ് അയക്കാം. കുട്ടി എന്തിനാ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഇവിടെ വന്നിരിക്കും. സർ, സൂപ്പ്. താങ്ക് യു. ഇതാണ് നമ്മുടെ വക്കീലെ. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അളിയന് കുട്ടിയോട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് ഞാൻ SI സാറിന് കൊടുക്കാൻ എഴുതിയ പരാതിയാ. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അയാളുടെയും കുട്ടിയുടെ അഡ്രസ്സൊക്കെ ഇതിനകത്തുണ്ടല്ലോ. ആ ഉണ്ട്. ഒരു മിനിറ്റ്. എന്താ സാർ? ഈ സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യൂ. എന്ത് പറ്റി സാർ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാറ്റി തരാം സാർ. ഇല്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. സ്പൂണില്ലേ? അത് ഞാനാണോ കൊണ്ടുവരേണ്ടത്? സോറി സാർ, ഇപ്പൊ തരാം. സൂപ്പ് കൊടുത്തോണ്ട് പോണു. സോറി. സാറിന് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ? മതി, ഇത് മതി. ഇതിലെന്റെ മൊബൈൽ നമ്പർ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇല്ല, അങ്ങനെ ആവശ്യം ഉണ്ടാവില്ല. ഞാനിത് രാവിലെ തന്നെ ചെയ്തോളാം. ശരി. അപ്പൊ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു.